വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തീർച്ചയായും അത് ആലോചിക്കാവുന്നതാണ്. സലീം, നല്ല വാർത്താ പ്രാധാന്യം കിട്ടും കേട്ടോ, അതുകൂടി പരിഗണിക്കണം. ഒരു 2-3 വീഡിയോ ഇങ്ങോട്ട് അയച്ചാൽ മതി, നല്ല വാർത്താ പ്രാധാന്യം കിട്ടും. സലീം, പ്രസിഡന്റുമായിട്ട് ആലോചിച്ചിട്ട്, സിറാജും ആലോചിച്ചിട്ട് ഒരു ദിവസം നിശ്ചയിച്ചുള്ളൂ. നാളെ തന്നെ ആയിക്കോട്ടെ, നാളെ വൈകിട്ട് 5 മണിക്ക് നിശ്ചയിക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ആലോചിച്ചിട്ട് ടൈം നിശ്ചയിക്കുക. കുറച്ച് വീടുകളിൽ നടക്കണം. ലക്ഷദ്വീപിന് വേണ്ടി നിരന്തരം ചാനൽ ചർച്ചകളിൽ ശബ്ദമുയർത്തുന്ന സംവിധായിക ഐഷ സുൽത്താനയ്ക്കെതിരെ സൈബർ ആക്രമണം നടത്താൻ സംഘപരിവാർ ഗ്രൂപ്പിൽ ഗൂഢാലോചന വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലക്ഷദ്വീപിലെ BJP നേതാക്കളും AP അബ്ദുള്ളക്കുട്ടിയും നടത്തിയ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലാണ് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ഐഷ സുൽത്താനയുടെ ബയോ വെപ്പൺ പ്രയോഗം അള്ളാഹു നൽകിയ അവസരമാണെന്നും ഇതിനെ മികച്ച അവസരമായി കണ്ട ഐഷ സുൽത്താനയ്ക്കെതിരെ ഉപയോഗിക്കണമെന്നും അബ്ദുള്ളക്കുട്ടിയോട് ലക്ഷദ്വീപിലെ BJP നേതാക്കൾ പറയുന്ന ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദ്വീപിലെ നേതാക്കളോട് പ്രതിഷേധങ്ങൾക്ക് ദിവസവും സമയവും നിശ്ചയിക്കാനും കൂടുതൽ വീഡിയോകൾ ലഭിച്ചാൽ അയക്കണമെന്നും അബ്ദുള്ളക്കുട്ടി പറയുന്നതും ഈ ഓഡിയോയിൽ വ്യക്തമായി കേൾക്കാം. ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട പ്രഭാരി സാർ, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നത് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ലക്ഷദ്വീപിന്റെ തനിമ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കുതിര കയറുന്നത്. എന്താണ് ലക്ഷദ്വീപിന്റെ തനിമ സംസ്കാരമെന്നും ആരാണ് ഈ ഐഷ സുൽത്താൻ എന്നും ഒക്കെ നമുക്ക് തെളിയിക്കാനുള്ള ഒരു നമ്മളെ മാധ്യമങ്ങളിലൊക്കെ തെളിയിച്ചു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് വിഷയം നമ്മൾ വളരെ ഗൗരവമായി വേണ്ട വിധത്തിൽ എടുക്കണം എന്ന് വിനീതമായി വീണ്ടും അഭ്യർത്ഥിക്കുന്നു. എല്ലാ BJP-ക്കാരും ഐഷ സുൽത്താനയുടെ പ്രസ്താവനക്കെതിരെ പ്ലേ കാർഡും പിടിച്ച് അവരവരുടെ വീടുകൾ പ്രതിഷേധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായും അത് ആലോചിക്കാവുന്നതാണ്. സലീം, നല്ല വാർത്താ പ്രാധാന്യം കിട്ടും കേട്ടോ, അതുകൂടി പരിഗണിക്കണം. ഒരു 2-3 വീഡിയോ ഇങ്ങോട്ട് അയച്ചാൽ മതി, നല്ല വാർത്താ പ്രാധാന്യം കിട്ടും. സലീം, പ്രസിഡന്റുമായിട്ട് ആലോചിച്ചിട്ട്, സിറാജും ആലോചിച്ചിട്ട് ഒരു ദിവസം നിശ്ചയിച്ചുള്ളൂ. നാളെ തന്നെ ആയിക്കോട്ടെ, നാളെ വൈകിട്ട് 5 മണിക്ക് നിശ്ചയിക്കുക, അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ആലോചിച്ചിട്ട് ടൈം നിശ്ചയിക്കുക. കുറച്ച് വീടുകളിൽ നടക്കണം. അള്ളാഹു നമുക്ക് തന്ന സന്ദർഭമാണിത്. ലക്ഷദ്വീപിന്റെ തനത് സംസ്കാരം എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ മേൽ ഐഷ സുൽത്താന കുതിര കയറുന്നത്. എന്താണ് സംസ്കാരമെന്നും ആരാണ് ഐഷ സുൽത്താന എന്നും നമുക്ക് തെളിയിച്ചു കൊടുക്കണം. അതുകൊണ്ട് വിഷയം നമ്മൾ വേണ്ട ഗൗരവത്തിൽ തന്നെ എടുക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഐഷ സുൽത്താനയ്ക്കെതിരെ വീടുകളിൽ പ്ലക്കാർഡും പിടിച്ച് പ്രതിഷേധിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പാർട്ടി നിലപാട് എന്താണ്, അത് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്നാണ് ഓഡിയോ ക്ലിപ്പിൽ ദ്വീപിലെ BJP നേതാക്കൾ പറയുന്നത്. ഇതിന് ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള അബ്ദുള്ളക്കുട്ടി മറുപടിയും പറയുന്നുണ്ട്. നേതാക്കൾ ആലോചിച്ച് ഒരു ദിവസം നിശ്ചയിക്കൂ, നാളെ തന്നെ ആയിക്കോട്ടെ, സമയം നിങ്ങൾ തന്നെ നിശ്ചയിക്കണം, വീഡിയോകൾ കൂടുതൽ കിട്ടുമോ എന്ന് നോക്കണം, നല്ല വാർത്താ പ്രാധാന്യം കിട്ടും എന്നാണ് അബ്ദുള്ളക്കുട്ടി ദ്വീപിലെ BJP നേതാക്കളോട് ഇതിന് മറുപടിയായി പറയുന്നത്. നേരത്തെ ലക്ഷദ്വീപിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ നിരന്തരം പങ്കെടുക്കുന്ന ആളാണ് ഐഷ സുൽത്താന. അതിനാൽ തന്നെ ഐഷ സുൽത്താനയെ തകർക്കാനായി സംഘപരിവാർ വലിയ രീതിയിൽ ഗൂഢാലോചന നടത്തുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഓഡിയോ ക്ലിപ്പ്. നേരത്തെ Media1 ചാനൽ ചർച്ചയ്ക്കിടെ ബയോ വെപ്പൺ എന്ന പ്രയോഗം നടത്തിയതിനെ സംഘികൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് ഐഷ സുൽത്താന നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.